പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ 5ാം ദിവസവും കിട്ടിയിട്ടില്ല. 5ാം ദിനവും രാഹുൽ ഒളിവിൽ തന്നെയാണ്. പരിശോധന ശക്തമാക്കുന്നു കേരള പോലീസ്. ഓരോ ജില്ലകളിലും പ്രത്യേകം പരിശോധന നടക്കുന്നുണ്ട്. ഇതിനിടെ രാഹുൽ രക്ഷപ്പെട്ട കാർ ഒരു സിനിമാ നടിയുടേതാണെന്നുള്ള സൂചന കൂടി ലഭ്യമാവുകയാണ്. മറ്റന്നാളാണ് രാഹുലിന്റെ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. അമൽ തേനംപറമ്പിൽ ചേരുകയാണ്. അമൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയോ എന്ന് രാഹുൽ എന്നെ ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തായാലും ഇപ്പോൾ രാഹുലിനെ ഇത്രയും ദിവസമായി രാഹുലിനെ കിട്ടിയിട്ടില്ല. രാഹുലിന്റെ ഭാഗം എന്തുകൊണ്ട് കേരള പോലീസിന് രാഹുലിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 5ാം ദിവസമാണ്. കേരളത്തിലെ ഒരു MLA ആണ്. MLA കാണാതായി 5 ദിവസം കഴിയുമ്പോഴും എവിടെയാണ് എന്ന് ഒരു ധാരണയും കേരള പോലീസിനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സാധാരണ നിലയിൽ ഒരു MLA ഒക്കെ കണ്ടെത്തണമെങ്കിൽ എത്ര വേഗം നടക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ പരാതിയുമായി യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി മടങ്ങുന്ന ആ ഒരു സമയമുണ്ട്. ഏകദേശം ഒരു 5 മണി സമയം ആകുന്ന സമയം. ആ സമയത്ത് രാഹുൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണ് കണ്ണാടി എന്ന് പറയുന്ന പാലക്കാടുള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്നും രാഹുൽ ഒരു ചുവന്ന കാറിൽ പുറത്തേക്ക് പോകുന്നു. അതായത് ഈ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് പുറത്തേക്ക് കിടക്കുന്നു. അതിനുശേഷം പിന്നീട് രാഹുൽ എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കണോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. അതിനിടയിൽ രാഹുൽ ഇവിടെ തിരുവനന്തപുരത്ത് വന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നു. വക്കാലത്ത് ഒപ്പിട്ട് ഇവിടെ വന്ന് അങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. എന്തുകൊണ്ട് കേരള പോലീസിന് രാഹുലിലേക്ക് എത്താൻ സാധിക്കില്ല? ഇവിടെ ഒരു ഒളിച്ചുകളി ഇങ്ങനെ തുടർന്നു പോവാണ്. ഒന്നുകിൽ കേരള പോലീസ് രാഹുലിനെ പിടിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. കാരണം ഇതൊരു തിരഞ്ഞെടുപ്പ് ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിലൊക്കെ പോലെ ഒരു ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ ഉള്ള ഈ പൊളിറ്റിക്കൽ ഹൈപ്പ് ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്ത് നിർത്താൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇത് പോലീസിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുകയല്ല. ഒന്നുകിൽ അങ്ങനെ ആയിരിക്കണം. അല്ല എങ്കിൽ രാഹുൽ കൃത്യമായ ഒരു ഒളിത്താവളത്തിലാണ്. രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ രാഹുൽ ഒന്നുകിൽ കേരളത്തിന് പുറത്തായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിനകത്ത് തന്നെയുള്ള ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലുണ്ട്. രാഹുലിനെ പിടിക്കാൻ കഴിയാത്ത, കേരള പോലീസിന്റെ കണ്ണും പിടിച്ച് ഇരിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രത്തിലുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും. ഈ 2 ഓപ്ഷനേ ഉള്ളല്ലോ. എല്ലാ ജില്ലകളിലും പരിശോധന എങ്ങനെ അങ്ങനെ വിശ്വസിക്കുമെന്നുള്ളതാണ് അല്ലേ. എല്ലാ ജില്ലകളിലും പരിശോധന നടക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. പിന്നെ അങ്ങനെ ഒളിച്ചിരിക്കുക. രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ അഭിഭാഷകനായ അജിത്തിനെ വിളിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അജിത് കുമാർ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് രാഹുലുമായി ബന്ധപ്പെട്ട ശേഷമാണോ ഈ പറയുന്ന ജാമ്യാപേക്ഷ നൽകാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ കക്ഷി പറയാതെ ഞാൻ പോയി ജാമ്യാപേക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ട്, ഞങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ അഭിഭാഷകൻ പൂന്തോട്ടവും സമാനമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഭിഭാഷകരുമൊക്കെയായി രാഹുലിന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സാധാരണ നിലയിൽ ഒരാൾ കാണാതായിട്ടുണ്ടെങ്കിൽ ടവർ ലൊക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരാളെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അപ്പോൾ അതൊന്നും കണ്ടെത്താൻ, അതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും എന്നൊരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതിനിടെയാണ് ഈ ചുവന്ന കാർ വരുന്നത്. ആ ചുവന്ന കാർ എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത് പോലും എത്ര ദിവസം കഴിഞ്ഞിട്ട്, ഇന്നിപ്പോൾ 5ാം ദിവസമല്ലേ. അപ്പോൾ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രാഹുൽ പോയതൊരു ചുവന്ന കാറാണ് എന്നുള്ള വിവരം തന്നെ പുറത്തു വരുന്ന സമയത്ത് ആ കാറിന്റെ ചിത്രം എല്ലായിടത്തും വന്നു കഴിഞ്ഞു. ആ കാറ് പോളോയാണ്, അല്ലെങ്കിൽ കാറ് കണ്ടുപിടിക്കാൻ പോലീസിന് ഇത്രയും ദിവസം വേണ്ടി വന്നു എന്നുള്ളതാണ്. CCTV ഉണ്ട്. രാഹുൽ മറ്റേതെങ്കിലും ഈ പറയുന്ന കാട്ടിൽ നിന്നുമല്ല രക്ഷപ്പെടുന്നത്. കണ്ണാടി എന്ന് പറയുന്ന പാലക്കാട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന്, ആൾക്കാരുള്ള സ്ഥലങ്ങളിലൊന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഹുൽ അവിടെ നിന്ന് പോരുന്നത്. സ്വാഭാവികമായും സമീപ പ്രദേശത്തെ CCTV ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് വാഹനത്തിലാണ് പോയതെന്ന് കണ്ടെത്താൻ കഴിയും. പക്ഷേ ആ കാർ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാർ ആരുടേതാണ് എന്ന കാര്യത്തിൽ വ്യക്തത നൽകുന്ന ഒരു വിവരം പുറത്തേക്ക് വിടാനും അവർക്ക് കഴിയുന്നില്ല. ഇതൊരു സിനിമാ നടിയുടെ കാറാണ് എന്നുള്ളത് അതും 100% ഉറപ്പിച്ച് പറയാൻ അവർക്ക് കഴിയുന്നില്ല. ആ കാറിലാണ് രാഹുൽ അവിടെ നിന്നും പോയതെന്ന് പറയുന്നത്. എന്തായാലും ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സിനിമാ നടിമാരെ കേന്ദ്രീകരിച്ച് ഒരു ചോദ്യം ചെയ്യൽ അവരുടെ വിവരശേഖരണത്തിലേക്കോ പോലീസ് നീങ്ങും അങ്ങനെ ഒരു സംശയമുള്ള സാഹചര്യത്തിൽ നിലവിൽ രാഹുലുമായി ഏറ്റവും അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഫെനിയുടെ വീട്ടിൽ പോയി. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് രാഹുലുമായി അത്ര അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് പോയി പരിശോധന നടത്തി എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലോ കാര്യങ്ങളിലേക്കോ കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടുകാരെ ബന്ധപ്പെട്ട് രാഹുലിൻ്റെ വീട്ടിലെത്തി എന്തെങ്കിലും തരത്തിലുള്ള വിവരശേഖരണം നടത്തിയിട്ടില്ല. അങ്ങനെ കടന്നു പോകണമോ എന്നൊരു ആലോചന പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേസ് ഗൗരവമുള്ളതാണ്. അതിൽ സംശയമില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ പരുവത്തിനുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ പറ്റുന്ന സാഹചര്യം പോലീസിനുണ്ട്. പക്ഷേ പണ്ട് ഇതുപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുലിനെ മറ്റൊരു കേസിൽ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന അപ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധിയുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് രാഹുലിനെ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാക്കി വളർത്തി കൊടുത്തു, താരപരിവേഷം ഉണ്ടാക്കി കൊടുത്തു കേരള പോലീസ് എന്നുള്ളതാണ്. അപ്പോൾ
അങ്ങനെയൊക്കെ വേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കണം രാഹുലുമായി ബന്ധപ്പെട്ട ബന്ധുക്കളിലേക്കൊന്നും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കാത്തത്. ഫെനി അടക്കമുള്ള രാഹുലിൻ്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകളെ പോയി കാണുന്നു. പക്ഷേ അതുപോലും പോലീസിന് തിരിച്ചടിയാകുന്ന ഘട്ടത്തിലേക്കാണ് വരുന്നത്. ഫെനി നേരെ പോയി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. ഞാൻ ഒരു ഫെനി സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി അമ്മ മാത്രമുള്ളപ്പോൾ പോലീസ് പരിശോധന നടത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോലീസിന് തിരിച്ചടിയാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം പരിശോധിച്ച് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ രാഹുലിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അങ്ങനെ ഒരു നീക്കമാണ് നടത്തുന്നതെന്ന് തോന്നുന്നു. ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. അവിടം വരെ കേരള പോലീസ് കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ അഭിമാനപരമായിട്ടുള്ള നേട്ടം കൈവരിച്ച പോലീസാണ് കേരള പോലീസ് എന്നതിൽ സംശയമില്ല. ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ MLA-ക്കെതിരായിട്ടുള്ള പരാതിയാണ്. അത് ആ പെൺകുട്ടി തുറന്നു പറയാനും പരാതി നൽകാനും ഇപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ ആ കുട്ടി നേരിടണം സോഷ്യൽ ഇടത്തിലും ഒക്കെ അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരാതിയിൽ ഇങ്ങനെ ഒരു മെല്ലപ്പോക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുള്ളതാണ്. ഒരു കാരണവശാലും പാടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നടപടി എന്തുമായിക്കൊള്ളട്ടെ, കേരള പോലീസിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം എന്ന് പറയുന്നത് രാഹുലിൻ്റെ അറസ്റ്റാണ്. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ ഈ സൈബർ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല കേട്ടോ. സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ ചെറിയ തരത്തിലല്ല അത് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന യുവതിയുടെ ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നു. ഇത്രയും ദിവസം അതുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം അതിന് തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ പരാതി കൊടുത്ത സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഇതാരാണ് എന്നുള്ള കാര്യത്തിൽ നല്ല വ്യക്തത തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്കെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പേര് സൂചിപ്പിക്കുന്നതോ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചോ അവരുടെ നാട് സംബന്ധിച്ചോ എന്തെങ്കിലും തരത്തിലുള്ളൊരു സൂചന നൽകുന്ന വിവരങ്ങൾ പോലും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല. പക്ഷേ അതിനുശേഷം ചില യൂട്യൂബ് ചാനലുകളിലേക്ക് ഈ വിവരങ്ങൾ എത്തുമ്പോൾ ഒരു മര്യാദയും കാണിക്കാതെ അല്ലെങ്കിൽ സുപ്രീം കോടതി മാർഗ്ഗനിർദ്ദേശമൊന്നും പരിഗണിക്കേണ്ട, അത് പോട്ടെ, പക്ഷേ ഒരു മിനിമം മര്യാദ ഒരു പരാതിക്കാരിയാണ്, യുവതിയാണ്, അതൊന്നും പരിഗണിക്കാതെ അവരെ പൊതുസമൂഹത്തിന് വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ വിഷയത്തിൽ പക്ഷേ പോലീസ് കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിച്ചു. അറസ്റ്റ് വരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എതിരെ അടക്കം കേസ് വരുന്നു. അതിലൊക്കെ നടപടി പുരോഗമിക്കുന്നുണ്ട്. ആ ഒരു ചടുലതയും വേഗതയും രാഹുലിൻ്റെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അതിന് കാരണം അക്ഷയ് നേരത്തെ പറഞ്ഞതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി ഒരു തീരുമാനം പറയട്ടെ, അതിനുശേഷം അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടന്നാൽ മതി. അങ്ങനെ ഒരു ആലോചന അല്ലെങ്കിൽ ഒരു മെല്ലപ്പോക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന് സ്വാഭാവികമായ സംശയം ആർക്കും ഉണ്ടാകും. ഏതൊരാൾക്കും ഉണ്ടാകുന്ന സംശയമാണ്. അമൽ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റെവിടെയും കാട്ടിലേക്ക് ഓടിപ്പോയിട്ടില്ലെങ്കിൽ കാട്ടിൽ നിന്ന് കാണാതായതോ അവിടെ നിന്ന് രക്ഷപ്പെടുകയൊന്നുമല്ല ചെയ്തത്. കണ്ണാടിയിൽ ഉണ്ടായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്ന MLA ആണ്. അവിടെ നിന്നാണ് രാഹുൽ മങ്കൂട്ടത്തിലിനെ കാണാതാവുന്നത്. പിന്നീട് പലതവണ ഫോൺ ഓണാകുക ഉൾപ്പെടെ ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ട് കേരള പോലീസിന് ഈ 5-ാം ദിവസവും രാഹുൽ മങ്കൂട്ടത്തിലിനെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ്.